പറ്റില്ലെങ്കിൽ പിന്മാറണം. രാഹുൽ ഗാന്ധി ഉപദേശിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാകാതെ വന്നാൽ നേതൃസ്ഥാനത്തു നിന്ന് മാറി നിൽക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി പരിഗണിക്കണമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിനെ ശരിയായി നയിക്കാൻ കഴിയാതെ വന്നിട്ടും മാറി നിൽക്കാനോ മറ്റാർക്കെങ്കിലും പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകാനോ രാഹുലിന് സാധിച്ചിട്ടില്ല. ഇത് ജനാധിപത്യപരമല്ലെന്നും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി യാതൊരു നേട്ടവുമില്ലാത്ത താങ്കൾ ഒരേ പ്രവൃത്തി തുടരുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നതിൽ തെറ്റില്ല. ഒരു ഉപകാരവും നേട്ടവുമില്ലാത്ത കാര്യം കഴിഞ്ഞ 10 വർഷമായി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. അടുത്ത 5 വർഷത്തേക്ക് അത് ചെയ്യാൻ മറ്റാരെങ്കിലും അനുവദിക്കുക. താങ്കളുടെ അമ്മ സോണിയാഗാന്ധി ഇത് ചെയ്തിരുന്നു. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രശാന്ത് കിഷോർ ഇക്കാര്യം പറഞ്ഞത്. തനിക്ക് എല്ലാം അറിയാമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാവം. തങ്ങളുടെ പോരായ്മകളെക്കുറിച്ചുള്ള ബോധം ലോകത്തെല്ലായിടത്തുമുള്ള മികച്ച നേതാക്കൾക്കുണ്ട്. ആ പോരായ്മകൾ മറികടക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. സഹായം ആവശ്യമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കാത്തിടത്തോളം ആർക്കും താങ്കളെ സഹായിക്കാനാകില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരെയാണ് തനിക്ക് ആവശ്യമെന്നാണ് രാഹുൽ ഗാന്ധി കരുതുന്നത്. ഇത് അസാധ്യമായ കാര്യമാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. 2019 ലോക്സഭാ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ തീരുമാനിച്ചിരുന്നു. തനിക്ക് പകരം മറ്റാരെങ്കിലും ഈ പണി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായാണ് സംഭവിക്കുന്നതെന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി. പല കോൺഗ്രസ് നേതാക്കളും പാർട്ടിയിൽ തങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനാവുന്നില്ലെന്ന് സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ടെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ക്രമക്കേടുകൾ കാരണമാണ് കോൺഗ്രസിന് തുടർച്ചയായ പരാജയം നേരിടേണ്ടി വരുന്നതെന്ന രാഹുലിന്റെ ആരോപണം ഭാഗികമായി ശരിയായിരിക്കാമെന്നും എന്നാൽ അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ലെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ 206-ൽ നിന്ന് 44-ആയി കുറഞ്ഞതും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി. ഭരണകക്ഷിയായ BJPയെ തടയാൻ അവസരം ലഭിച്ചിട്ടും പ്രതിപക്ഷം അത് നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP പ്രഖ്യാപിത ലക്ഷ്യമായ 370 സീറ്റ് നേടിയില്ലെങ്കിലും 300-ലേറെ സീറ്റ് സ്വന്തമാക്കുമെന്നും പ്രശാന്ത് പറയുന്നു. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ BJPക്ക് പരാജയ ഭീതി ഉണ്ടായേക്കാം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങളിൽ 100 സീറ്റെങ്കിലും കുറയുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ സാധിക്കണം. എന്നാൽ അത് നടക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയോ BJPയോ അജയ്യരല്ല. എന്നാൽ അലസതയും തെറ്റായ തന്ത്രങ്ങളും വഴി പ്രതിപക്ഷം അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. UPയിലും ബീഹാറിലും ഉൾപ്പെടെ വടക്കേ ഇന്ത്യയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാതെ കേവലം കേരളത്തിൽ ജയിച്ചതുകൊണ്ട് മാത്രം കോൺഗ്രസിന് അധികാരം പിടിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞനും രാഷ്ട്രീയ നിരീക്ഷകനും കൂടിയായ പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് വേണ്ടി നേരത്തെ ഒരു പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത കാരണം അത് നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല.